പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അഴിയപ്പെടാനുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത്. നാം ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് ഗോതമ്പ് മണി അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നമുക്കും ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ സമറിയക്കാരൻ്റെ മാതൃകയാണ് ഈശോ നമുക്ക് പാഠമായിട്ട് തരുന്നത്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണ ഉള്ളവനായിരിക്കുന്നത് പോലെ നാം കരുണ ഉള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യ സ്നേഹം അവഗണിച്ചുകൊണ്ടുള്ള ദൈവാരാധന കാപട്യമാണ്. 1 യോഹന്നാൻ 3:18 തിരുവചനം പറയുന്നു: കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അപ്പോൾ പ്രവൃത്തി കൂടാതെയുള്ള നമ്മുടെ വിശ്വാസം നിർജീവമാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹവും കരുണയും അർഹിക്കുന്നവരായി നമ്മുടെ വീടുകളിൽ തന്നെ വാർദ്ധക്യമായവരും രോഗികളായവരും ഏകാന്തത അനുഭവിക്കുന്നവരും ഒറ്റപ്പെടലിൻ്റെ വേദനയുമായി കഴിയുന്നവരും ഉണ്ട്. അവരിലേക്കെല്ലാം ഈശോയുടെ കരുണ ചൊരിയുന്നവരായി നാം മാറണം. അനുകമ്പയും സ്നേഹവും ക്ഷമയും ദൈവ കരുണ പകരുന്ന സുഹൃതങ്ങളാണ്. നമുക്കെല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹമായി അവർക്ക് ലഭിക്കും. ക്ഷമയും ദയയും കരുണയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ലോക ജീവിതം ധന്യമാകുന്നത്. നാം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിലല്ല, എപ്രകാരമാണ് നാം ഈ ഭൂമിയിൽ ജീവിച്ചത് അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.